+1 കെമിസ്ട്രി സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പുതിയ ടേംസ് എന്ന് പറയുന്നെങ്കിലും പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ടേംസാണ് ഒന്നുകൂടെ നമ്മൾ പറയുന്നു. നമ്പർ 1 അറ്റോമിക് നമ്പർ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, അതിൻ്റെ സിമ്പൽ ഇസഡ് എന്നാണ്. ഇസഡ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ. ഓർ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ എ ന്യൂട്രൽ ആറ്റം, അല്ലെങ്കിൽ ന്യൂട്രൽ ആറ്റത്തിനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ രണ്ട് ഡെഫിനിഷൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ എ ന്യൂട്രൽ ആറ്റം. ഒന്നുകൂടെ പറയാം, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ എ ന്യൂട്രൽ ആറ്റം. ന്യൂട്രൽ ആറ്റത്തിനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു എക്സാമ്പിളായിട്ട് സോഡിയത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം 11 എന്നിരിക്കട്ടെ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ സോഡിയം 11 ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ ഇസഡ് എത്രയായിരിക്കും? 11 ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കൺസെപ്റ്റാണ്. അടുത്തത് മാസ് നമ്പർ, സിമ്പൽ എ എന്നാണ്. അപ്പോൾ മാസ് നമ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു ടേമാണ് ന്യൂക്ലിയോൺസ്. വാട്ട് യു മീൻ ബൈ ന്യൂക്ലിയോൺ? ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന് അകത്തുള്ള ആൾക്കാർ. ആരൊക്കെയാണ് ന്യൂക്ലിയസിന് അകത്തുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പം പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്, സോ ദേ ആർ കാൾഡ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺ. ഇവരുടെ സമ്മാണ് മാസ് നമ്പർ, സിമ്പൽ എ എന്നാണ്. അപ്പോൾ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഈസ് കാൾഡ് മാസ് നമ്പർ. ഇത് സമ്മാണ്, തുകയാണ്. ഇത് ആൾവേസ് എ ഹോൾ നമ്പർ ആയിരിക്കും. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്നത് ആൾവേസ് എന്താണ്? ഹോൾ നമ്പറാണ്. ഇനി അവിടെ ഒരു ചെറിയ ബോക്സ് കാണുന്നില്ലേ? എക്സ് എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ ഇസഡ് ആണ്, മാസ് നമ്പർ എ ആണെങ്കിൽ അതെങ്ങനെ എഴുതും? ഇതെങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ എക്സ് എന്ന എലമെൻറ്റ് എഴുതിയിട്ട് അറ്റോമിക് നമ്പർ താഴെയും മാസ് നമ്പർ മുകളിലും എഴുതണം. ഇതാണ് മെത്തേഡ്. അപ്പോൾ എക്സ് എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉണ്ടെങ്കിൽ എഴുതുന്ന മെത്തേഡാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ എക്സ് എന്ന എലമെൻറ്റ് എഴുതുന്നു, അറ്റോമിക് നമ്പർ താഴെ എഴുതുന്നു, മാസ് നമ്പർ നമ്മൾ മുകളിൽ കൊടുക്കുന്നു. അടുത്ത ടേമാണ് ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? ദീസ് ആർ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഐസോടോപ്സ് ആർ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്. ഒരു സെയിം എലമെൻറ്റിൻ്റെ പല തരത്തിലുള്ള ആറ്റംസ് ആണ്. ദാറ്റ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. സെയിം എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ആറ്റംസ് ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇങ്ങനെ മാസ് നമ്പർ വ്യത്യാസപ്പെടാൻ കാരണം അതിനകത്തുള്ള ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് എന്തായിരിക്കും? ന്യൂട്രോൺസ് ആയിരിക്കും. അല്ലാതെ പ്രോട്ടോണും ന്യൂട്രോണും എന്ത് ചെയ്യുന്നില്ല? പ്രോട്ടോൺ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ന്യൂട്രോൺ മാറുന്നത് കൊണ്ടാണ് ഐസോടോപ്പുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഐസോടോപ്പിനകത്ത് പ്രോട്ടോണും ഇലക്ട്രോണും മാറുന്നില്ല, മറിച്ച് നമ്പർ ഓഫ് എന്താ മാറുന്നത്? ന്യൂട്രോൺസ് ആണ് മാറുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണ്? സെയിം തന്നെയാണ്. ഒരു ആറ്റത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി നിർണ്ണയിക്കുന്നത് അറ്റോമിക് നമ്പറാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഏതൊരു ആറ്റത്തിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടി നിർണ്ണയിക്കുന്നത് അറ്റോമിക് നമ്പറാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ഐസോടോപ്പിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ എന്താണ്? സെയിം ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം ആണ്. സോ ഐസോടോപ്പ് ഷോസ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബിക്കോസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ കൂടുതലും ഇലക്ട്രോണുമായിട്ടാണ് ബന്ധം. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടിക്ക് ഇലക്ട്രോണുമായി ബന്ധമുള്ളത് കൊണ്ടും ഇലക്ട്രോൺ ഐസോടോപ്പിൻ്റെ കേസിൽ ചേഞ്ച് ആകാത്തത് കൊണ്ടും ഐസോടോപ്സ്, സെയിം എലമെൻറ്റിൻ്റെ ഐസോടോപ്പുകൾക്ക് എപ്പോഴും എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. കാര്യം സെയിം എലമെൻറ്റിൻ്റെ ഐസോടോപ്പ് എന്ന് പറയുമ്പം ഇലക്ട്രോണിൻ്റെ എണ്ണം ഈക്വൽ ആണ്. കെമിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ chemical properties of
ഐസോടോപ്സ് ഓഫ് സെയിം എലമെൻറ്റ് വിൽ ബി ആൾവേസ് സെയിം. ഇനി ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജൻ്റെ പ്രധാനപ്പെട്ട 3 ഐസോടോപ്പുകളാണ് തന്നേക്കുന്നത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം 1H1, ഡ്യൂട്ടീരിയം 1H2, ട്രിഷ്യം 1H3. പ്രോട്ടിയം ആണെങ്കിൽ നമ്മൾ H എന്ന് എഴുതിയാൽ മതി. ഡ്യൂട്ടീരിയം ആകുമ്പോഴത്തേക്ക് D എന്ന് എഴുതും, ട്രിഷ്യം ആകുമ്പോഴത്തേക്ക് T എന്ന് എഴുതും. ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് മുകളിൽ കിടക്കുന്ന വാല്യൂ ആണ്. അത് പ്രോട്ടിയത്തിന് 1, ഡ്യൂട്ടീരിയത്തിന് 2, ട്രിഷ്യത്തിന് 3. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ഇവിടെ താഴെ കിടക്കുന്ന സംഖ്യയാണ്. അത് ആൾവേസ് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു ഐസോടോപ്പിനകത്ത് ഡിഫറൻസ് വരാൻ കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. പ്രോട്ടിയത്തിനകത്ത് 0 ന്യൂട്രോൺ, ഡ്യൂട്ടീരിയത്തിനകത്ത് 1 ന്യൂട്രോൺ, ട്രിഷ്യത്തിനകത്ത് 2 ന്യൂട്രോൺ. ന്യൂട്രോൺ എണ്ണം അങ്ങനെ കണ്ടുപിടിച്ചത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മുകളിൽ കിടക്കുന്ന വാല്യൂ മൈനസ് താഴെ കിടക്കുന്ന വാല്യൂ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് എന്ത് കിട്ടും? ന്യൂട്രോൺസ് കിട്ടും. പ്രോട്ടിയത്തിന് 0, ഡ്യൂട്ടീരിയത്തിന് 1, ട്രിഷ്യത്തിന് 2. എങ്കിൽ ഓക്സിജൻ്റെ 3 ഐസോടോപ്പാണ് അവിടെ കാണിച്ചേക്കുന്നത്. ആ ടേബിൾ സ്വന്തമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാം. O8 16, O8 17, O8 18. മാസ് നമ്പർ 16, 17, 18. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. അത് ആൾവേസ് 8 ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ഐസോടോപ്പ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഫസ്റ്റ് കേസിൽ 16 - 8 8, സെക്കൻഡ് കേസിൽ 17 - 8 9, ലാസ്റ്റ് കേസിൽ 18 - 8 10. ഇനി അടുത്തത് എലമെൻറ്റും അവരുടെ ഐസോടോപ്പുകളാണ് തന്നേക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വച്ചേക്കുക. ഇത് ഞാൻ തരുന്നത് കുറച്ച് എലമെൻസും അതിൻ്റെ ഐസോടോപ്പൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞ് വയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് വായിച്ച് പരിചയപ്പെട്ട് വച്ചേക്കുക. കാർബണിന് 3 ഐസോടോപ്പുകൾ. കാർബൺ 6 12, 6 13, 6 14 പഠിച്ചു വച്ചേക്കുക. നൈട്രജന് 2 ഐസോടോപ്പ്, N7 14ഉം N7 15ഉം. യുറേനിയത്തിന് 3 ഐസോടോപ്പ്. യുറേനിയം 92 233, 92 235, 92 238. സൾഫറിന് 4 ഐസോടോപ്പ്. A16 32, A16 33, A16 34 ആൻഡ് ഫൈനലി S16 36. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് അറ്റോമിക് നമ്പർ, ദെൻ മാസ് നമ്പർ, പുതിയൊരു ടേം പരിചയപ്പെട്ടു ന്യൂക്ലിയോൺ. വാട്ട് യു മീൻ ബൈ ന്യൂക്ലിയോൺസ്? ന്യൂക്ലിയസിനകത്തുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ദാറ്റ് ഈസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ കാൾഡ് ന്യൂക്ലിയോൺസ്. പിന്നെ ഐസോടോപ്പ് നമ്മൾ പഠിച്ചു. ഐസോടോപ്പ് ഒരു സെയിം എലമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ഐസോടോപ്പിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. എന്താണ് കാരണം? അതിൻ്റെ കാര്യം എന്താണ്? ഒരു ആറ്റത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഐസോടോപ്പിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയതുകൊണ്ട് ഒരു സെയിം എലമെൻറ്റിൻ്റെ എല്ലാ ഐസോടോപ്പുകളും സെയിം പ്രോപ്പർട്ടി കാണിക്കും. അതിനുശേഷം ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകൾ, അതിൻ്റെ കുറച്ച് വിശദീകരണങ്ങൾ. ദെൻ ഓക്സിജൻ്റെ 3 ഐസോടോപ്പുകൾ, അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ കാര്യങ്ങളും. ദെൻ കുറച്ച് സ്ഥിരം ഉപയോഗിക്കുന്ന എലമെൻസും അതിൻ്റെ ഐസോടോപ്പും. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തിലേക്ക് നമുക്ക് പോകാം. ഇത് റിലേറ്റീവ് അബണ്ടൻസ് ആണ്. റിലേറ്റീവ് അബണ്ടൻസിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോടോപ്സ് ഓഫ് ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്. ഒരു സെയിം എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഐസോടോപ്പുകൾ യൂണിവേഴ്സിൽ ഓർ നേച്ചറിൽ പല പല പെർസെൻറ്റേജിലാണ് പ്രസൻറ്റ് ആയിരിക്കുന്നത്. ഐസോടോപ്സ് ഓഫ് ആൻ എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ഇൻ നേച്ചർ. ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐസോടോപ്പ് നമ്മുടെ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ പല പല പെർസെൻറ്റേജിലാണ് കാണപ്പെടുന്നത്. വിച്ച് ഈസ് ടേംഡ് ആസ് റിലേറ്റീവ് അബണ്ടൻസ്. അങ്ങനെ കാണപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാ റിലേറ്റീവ് അബണ്ടൻസ്. അപ്പം ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ഐസോടോപ്പുകൾ നമ്മുടെ നേച്ചറിൽ പല പല പെർസെൻറ്റേജ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആ കാണപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാ റിലേറ്റീവ് അബണ്ടൻസ്. By using relative abundance, we can calculate average atomic mass of an element. ഇങ്ങനെ
ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ഐസോടോപ്പിൻ്റെയും റിലേറ്റീവ് അബണ്ടൻസ് കിട്ടിയാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്സ് ആവറേജ് അറ്റോമിക് മാസ്. ഇപ്പോൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. ഒരു എലമെൻറ്റിന് ഒരാറ്റവും ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ആറ്റത്തിൻ്റെ മാസ് തന്നെയായിരിക്കും ആ എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്. പക്ഷേ ഹൈഡ്രജൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ പ്രോട്ടിയത്തിന് 1 ഉണ്ട്, ഡ്യൂട്ടീരിയത്തിന് 2 ആണ്, ട്രിഷ്യത്തിന് 3 ആണ്. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു എത്രയാണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് ചോദിച്ചാൽ അത് 1 എന്നും പറയാൻ പറ്റത്തില്ല, 2 പറയാൻ പറ്റത്തില്ല, 3യും പറയാൻ പറ്റത്തില്ല. കാര്യം യൂണിവേഴ്സിൽ 1 മാസമുള്ള പ്രോട്ടിയം ഉണ്ട്, 2 മാസമുള്ള ഡ്യൂട്ടീരിയം ഉണ്ട്, 3 മാസമുള്ള ട്രിഷ്യം ഉണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലാണ് നിങ്ങൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ആവറേജ് അറ്റോമിക് മാസ്. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഓരോ ഐസോടോപ്പിൻ്റെയും റിലേറ്റീവ് അബണ്ടൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ബൈ യൂസിങ് റിലേറ്റീവ് അബണ്ടൻസ് വി ക്യാൻ കാൽക്കുലേറ്റ് ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ്. റിലേറ്റീവ് അബണ്ടൻസ് വെച്ചിട്ട് ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ നോക്കാം. അതായത് ക്ലോറിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. ഇതെങ്ങനെ കിട്ടി? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് 2 ഐസോടോപ്സ് ഓഫ് ക്ലോറിൻ, ദാറ്റ് ഈസ് ക്ലോറിൻ 35 ആൻഡ് ക്ലോറിൻ 37. ഇപ്പോൾ 35 ഉണ്ട്, 37 ഉണ്ട്, അതുകൊണ്ടാണ് 35.5 അവിടെ വന്നേക്കുന്നത്. ഇവിടെ 35 എന്ന് പറയുന്നത് 75%, 37 എന്ന് പറയുന്നത് 25% മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കാം 75% ആരാണ്? 35 ആണ്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ഈ ആവറേജ് കൂടുതൽ ആരെടുത്തോട്ട് നീങ്ങി നിൽക്കും? കൂടുതലുള്ള 35ൻ്റെ ഭാഗത്തേക്ക് നിൽക്കും. അതുകൊണ്ടാണ് 35.5 എന്ന് അവിടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഒരു എലമെൻറ്റിന് ഒരുപാട് ഐസോടോപ്പുകൾ ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൽ പല പല പെർസെൻറ്റേജിലായിരിക്കും കാണപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് അബണ്ടൻസ്. ഈ ഐസോടോപ്പുകളുടെ റിലേറ്റീവ് അബണ്ടൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്സ് ആവറേജ് അറ്റോമിക് മാസ്. അപ്പം ഒരു എക്സാമ്പിൾ, ക്ലോറിൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് 35.5 ആണ്. ഇതെങ്ങനെ കിട്ടി? ക്ലോറിൻ 35 ഉണ്ട്, ക്ലോറിൻ 37 ഉണ്ട്. 35 75%, 37 ഉള്ളി 25% മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടിയ എമൗണ്ട് ആരാണ്? 35 ആണ്. അത് 75%. അപ്പോൾ നിങ്ങൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നാച്ചുറലി ഈ ആവറേജ് എങ്ങോട്ട് ചേർന്ന് നിൽക്കും? 35ൻ്റെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കും. കാര്യം അതാണ് കൂടുതൽ. അതുകൊണ്ടാണ് ആൻസർ 35.5 നമുക്ക് കിട്ടിയത്. ഇനി അടുത്തത് ഐസോബാർ ആണ്. ഐസോബാർ എന്തെന്ന് ചോദിച്ചാൽ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവിങ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ബട്ട് സെയിം മാസ് നമ്പർ. ഇസഡ് അറ്റോമിക് നമ്പരും എ മാസ് നമ്പറുമാണ്. അപ്പോൾ എന്താണ് ഐസോബാർ എന്ന് ചോദിച്ചാൽ ഐസോബാർസ് ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് ദാറ്റ് ഹാവ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ബട്ട് സെയിം മാസ് നമ്പർ. അറ്റോമിക് നമ്പർ മാറുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം ആറ്റം മാറും. ഐസോടോപ്പിൻ്റെ കേസിൽ ആറ്റം മാറാത്തത് കൊണ്ടാണ് അറ്റോമിക് നമ്പർ സെയിം ആയിട്ട് വന്നത്. ഐസോബാറിനകത്ത് അറ്റോമിക് നമ്പർ മാറുമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറും ആയിരിക്കും, സെയിം മാസ് നമ്പറും ആയിരിക്കും. അപ്പോൾ നോക്കാം നമുക്ക് ടേബിള്. കുറച്ച് ഐസോബാർ ഞാൻ തന്നേക്കെയാണ്. ആർഗൺ 1840, പൊട്ടാസ്യം 1940, കാൽസ്യം 2040. ഈ മൂന്നിലും മാസ് നമ്പർ സെയിം ആയിട്ട് കിടക്കുകയാണ്. സോ ദേ ആർ കാൾഡ് ഐസോബാർ. അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. 18, 19, 20. മാസ് നമ്പർ സെയിം ആണ്. അറ്റോമിക് നമ്പർ മാറുന്നതനുസരിച്ച് ഇലക്ട്രോണിൻ്റെ എണ്ണം മാറുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഐസോബാർ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കുമോ? ഐസോബാർ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുമോ? ഒരിക്കലും കാണിക്കില്ല. കാര്യം എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടി നിർണ്ണയിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം മാറുന്നത് കൊണ്ട് ഐസോബാർ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ എന്ത് കാണിക്കില്ല? സിമിലാരിറ്റി കാണിക്കില്ല. അറ്റോമിക് നമ്പർ മാറുമ്പോൾ പ്രോട്ടോൺ മാറും നമുക്കറിയാം. നമ്പർ ഓഫ് ന്യൂട്രോൺസോടെ വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ്? അറ്റോമിക് നമ്പർ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അവിടെ മാസ് നമ്പർ സെയിം ആണെങ്കിലും അറ്റോമിക് നമ്പർ മാറുന്നത് കൊണ്ട്
നമ്പർ ഓഫ് ന്യൂട്രോൺസും മാറും. അടുത്ത ടേം ഐസോടോൺ ആണ്. എന്താണ് ഐസോടോൺസ്? Isotones are atoms of different elements have same number of neutron. അപ്പോൾ ഐസോടോൺസും ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. ദാറ്റ് ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ. ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആയിട്ട് വരുന്ന ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് ഐസോടോണുകൾ. അപ്പോൾ ഐസോടോൺ എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കണം, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്, ദേ ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ കുറച്ച് ഐസോടോണുകൾ ഞാൻ താഴെ തന്നിട്ടുണ്ട്. സൾഫർ 1636, ക്ലോറിൻ 1737, ആർഗൺ 1838, പൊട്ടാസ്യം 1939, കാൽസ്യം 2040. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. അത് കണ്ടാലേ മനസ്സിലാവും. അറ്റോമിക് നമ്പർ വ്യത്യാസമായതുകൊണ്ട് ഇവരൊക്കെ എന്ത് തന്നെയാണ്? ഡിഫറെൻ്റ് ആണ്, ഉറപ്പായി. മാസ് നമ്പർ എന്താണ്? ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണ്? സെയിം ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ്. ഇപ്പോൾ മാസ് നമ്പർ 36 മൈനസ് അറ്റോമിക് നമ്പർ 16, 20. ക്ലോറിൻ്റെ കേസിൽ മാസ് നമ്പർ 37, അറ്റോമിക് നമ്പർ 17, അപ്പോൾ അവിടെ ആൻസർ 20. ആർഗണിൻ്റെ കേസിൽ മാസ് നമ്പർ 38, അറ്റോമിക് നമ്പർ 18, അപ്പോഴും ആൻസർ 20. പൊട്ടാസ്യത്തിൻ്റെ കേസിൽ മാസ് നമ്പർ 39, അറ്റോമിക് നമ്പർ 19, കുറയ്ക്കുമ്പം അവിടെയും 20. കാൽസ്യത്തിൻ്റെ കേസിൽ മാസ് നമ്പർ 40, അറ്റോമിക് നമ്പർ 20, അവിടെയും ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് 20 കിട്ടും. ഇതാണ് പറഞ്ഞത്. ഐസോടോൺസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്, ദാറ്റ് ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അടുത്ത ലാസ്റ്റ് ടേം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? പേര് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. ദീസ് ആർ സ്പീഷീസ്, ദാറ്റ് ഈസ് ആറ്റംസ് ഓർ അയോൺസ് that have same number of electrons. These are species that have same number of എന്താണ്? Electrons. അപ്പോൾ these are species that have same number of electrons. Example O2 minus. O2 minus എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ 8 പ്ലസ് 2 മൈനസിൻ്റെ 2 കൂടെ ചേർത്ത് 10. F മൈനസ് എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ്റെ 9 മൈനസും കൂടെ ചേർത്തിട്ട് 10. Na പ്ലസ് എന്ന് പറയുമ്പോൾ സോഡിയത്തിൻ്റെ 11 നിന്ന് 1 കുറയ്ക്കുന്ന 10. അലുമിനിയം 3 പ്ലസ് എന്ന് പറയുമ്പോൾ 13 നിന്ന് 3 കുറച്ചിട്ടുള്ള 10. നിയോൺ എന്ന് പറയുമ്പോൾ ഓൾറെഡി 10 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് റിലേറ്റീവ് അബണ്ടൻസ്, അതിനുശേഷം അത് വെച്ചുള്ള ആവറേജ് അറ്റോമിക് മാസ്, അതിനുശേഷം ഐസോബാർ, ഐസോടോൺസ്, ദെൻ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. ക്ലാസ്സിൻ്റെ അവസാന സെഷനിലേക്ക് പോവുകയാണ്. പുതിയ ഒരു തിയറി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ് വന്നതിന് ശേഷം ബോർ മോഡലിലേക്ക് നയിച്ച കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ടേമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അപ്പം ബോർ മോഡലിലേക്ക് നമ്മളെ നയിച്ച ഒന്നാമത്തെ ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി ബൈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഫിഗർ ഒന്ന് നോക്കുക. ആ ഫിഗറിൽ 2 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് സഞ്ചരിക്കുന്നുണ്ട്, പരസ്പരം ലംബമായിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. Electromagnetic radiations are waves which are formed as a result of oscillating electric field and magnetic field. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഓസിലേഷൻ വഴി ഉണ്ടാകുന്ന വേവ്സ്, റേഡിയേഷൻസ്, അവരെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഓസിലേഷൻ വഴി ഉണ്ടാകുന്ന വേവ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ആ ഫിഗറിൽ കണ്ടതുപോലെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത് പെർപെൻഡിക്കുലർ വിത്ത് ഈച്ച് അതർ. അവിടെ മുകളിൽ ഒരു വേവ് ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ താഴെ കൂടെ വേറൊരു വേവ് ഇങ്ങനെ പോകുന്നുണ്ട്. അവർ പരസ്പരം പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്താണ് പോകുന്നത്. ആൻഡ് ആൾസോ പെർപെൻഡിക്കുലർ ടു ദ പാത്ത് ഓഫ് പ്രൊപ്പഗേഷൻ. അതുകൂടാതെ ഞാനവിടെ വരച്ചേക്കുന്ന എക്സ് ആക്സുകൾ കാണുന്നില്ലേ, അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചേക്കുന്ന എക്സ് ആക്സിസ്. ആൻഡ് ആൾസോ ദേ പ്രൊപ്പഗേറ്റ് പെർപെൻഡിക്കുലർ ദ പാത്ത് ഓഫ് മോഷൻ. അതിനോടൊപ്പം തന്നെ ആ പാതയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവർ രണ്ടുപേരും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് പരസ്പരം ലംബമായിട്ടാണ് സഞ്ചരിക്കുന്നത്, അതുപോലെ അവർ സഞ്ചരിക്കുന്ന പാതയ്ക്കും പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രത്യേകത, അവർക്ക് സഞ്ചരിക്കാൻ മീഡിയം വേണ്ട. ദേ റിക്വയർ നോ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ദാറ്റ് ഈസ് ദേ ക്യാൻ ട്രാവൽ ഇൻ വാക്വം. അവർക്ക് ശൂന്യതയിൽ കൂടെയും സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് സഞ്ചരിക്കാൻ എന്ത് വേണ്ട? മീഡിയം വേണ്ട. അവർക്ക് വാക്വമിലൂടെയും സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണോ? നിങ്ങൾ ചിന്തിക്കൂ. സൗണ്ടിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മീഡിയം വേണം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെങ്കിൽ മീഡിയം വേണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ സൗണ്ട് വേവ് ഒരിക്കലും എന്തല്ല? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല. കാര്യം അതിന് സഞ്ചരിക്കാൻ മീഡിയം വേണം. എങ്കിൽ ലൈറ്റ് ഈസ് എ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. എന്തുകൊണ്ടാണ്? ലൈറ്റിന് സഞ്ചരിക്കാൻ മീഡിയം വേണ്ട. അപ്പോൾ നമുക്ക് പറയാം ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അപ്പോൾ റൂദർഫോർഡിൻ്റെ മോഡലിന് ശേഷം ബോർ മോഡലിലേക്ക് നയിച്ച ഒന്നാമത്തെ കണ്ടുപിടുത്തമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി ബൈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ല്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്താണെന്നാണ് പറഞ്ഞത്. These are waves which are produced as a result of propagation of electric field and magnetic field. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാകുന്ന വേവ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. പിന്നെ ഞാൻ പറഞ്ഞ ഫിഗർ നോക്കാനാണ് പറഞ്ഞത്. ആ ഫിഗറിനകത്ത് 2 വേവ്സ് ഉണ്ട്. അവർ പരസ്പരം പെർപെൻഡിക്കുലറായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ സഞ്ചാരപാതയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നിങ്ങൾ വരച്ചു വെക്കണം. അടുത്തൊരു പോയിന്റ്, ദേ റിക്വയർ നോ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അവർക്ക് സഞ്ചരിക്കാൻ എന്ത് വേണ്ട? മീഡിയം വേണ്ട. വാക്വമിലൂടെ വരെ അവർക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല. കാര്യം സൗണ്ടിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മീഡിയം വേണം. പക്ഷെ ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇനി വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്? എന്തൊക്കെയാണ് ഒരു വേവിൻ്റെ പ്രത്യേകതകൾ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഫിഗർ നോക്കുക. രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഒരു വേവിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇന്ന് പറയാൻ പറ്റത്തില്ല. 4 ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ട് റിമൈനിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ഒരു വേവിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് എ ക്രസ്റ്റ് ഓർ ഹൈറ്റ് ഓഫ് എ ഡെപ്ത് ഓഫ് എ ട്രഫ്. ഒരു ക്രസ്റ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ട്രഫിൻ്റെ ഡെപ്ത്, അതാണ് ആംപ്ലിറ്റ്യൂഡ്. അവിടെ ഫിഗറിൽ എ എന്ന് വരച്ചവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ സ്മാൾ എ റെപ്രസെൻറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മീൻസ് ഇറ്റ് ഈസ് ഹൈറ്റ് ഓഫ് എ ക്രസ്റ്റ് ഓർ ഡെപ്ത് ഓഫ് എ ട്രഫ്. ഇതൊരു നീളം തന്നെയാണ്. സോ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ സിമ്പൽ ന്യൂ ആണ്. എന്താണ് ഫ്രീക്വൻസി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ ഫിക്സഡ് പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന വേവ്സിൻ്റെ എണ്ണമാണ് അതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസ്ഡ് ത്രൂ എ ഫിക്സഡ് പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന വേവ്സിൻ്റെ എണ്ണമാണ് അതിൻ്റെ ഫ്രീക്വൻസി. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് അല്ലെങ്കിൽ സെക്കൻഡ് റൈസ് ടു -1. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് അല്ലെങ്കിൽ സെക്കൻഡ് റൈസ് ടു -1. ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക് ആണ് ടൈം പീരീഡ്. ഇവിടെ നമ്മൾ ഈ പാത്തിനകത്ത് വേവ്സ് പോകുന്ന ആ പാത്തിനകത്ത് ഞാൻ മുകളിലേക്കും താഴേക്കും ഒരു ആരോ കാണിച്ചിട്ടുണ്ട് നടുക്ക് ഭാഗത്ത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഡ്യൂറിങ് പ്രൊപ്പഗേഷൻ. ഈ പ്രൊപ്പഗേഷൻ നടക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ, വേവ്സായിട്ട് പോകുന്ന ആ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനെ കാണിക്കുന്ന ടേമാണ് ഞാനവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ടൈം ടേക്കൺ ബൈ എ വേവ് ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ. ഒരു വേവ് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡ് ഈസ് ദ ടൈം ടേക്കൺ ബൈ എ വേവ് ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ.
അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. കാര്യം ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അടുത്ത ടേം വെലോസിറ്റിയാണ്. ടേംസ് തീരുന്നില്ല, ബാക്കി ടേംസ് ഉണ്ട്, ഇതും കൂടെ നമുക്ക് നോക്കാം. വെലോസിറ്റി ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വേവ് സഞ്ചരിച്ച ദൂരമാണ് അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. വെലോസിറ്റി ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ വാക്വം എവറി റേഡിയേഷൻ ഹാവ് സെയിം സ്പീഡ്. ശൂന്യതയിൽ വാക്വമിൽ എല്ലാ റേഡിയേഷൻസിനും ഒരേ സ്പീഡാണ്. അതിൻ്റെ വാല്യൂ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വാക്വമിൽ എല്ലാ റേഡിയേഷനും ഒരേ സ്പീഡാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ വാല്യൂവിനൊരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഈസ് കാൾഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഈസ് ആൾസോ കാൾഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പം ഇപ്പോൾ പറഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. നമ്പർ 1 ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരു ക്രസ്റ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ട്രഫിൻ്റെ ഡെപ്താണ് ആംപ്ലിറ്റ്യൂഡ്. അതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അടുത്ത ഫ്രീക്വൻസി ന്യൂ ആണ്. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വേവ്സ് പാസ്ഡ് ത്രൂ എ ഫിക്സഡ് പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന വേവ്സിൻ്റെ എണ്ണമാണ് ഫ്രീക്വൻസി. സിമ്പിൾ ന്യൂ ആണ്, യൂണിറ്റ് സെക്കൻഡ്. അടുത്ത ടൈം പീരീഡ്. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ എ വേവ് ടു കംപ്ലീറ്റ് ഓൺ വൈബ്രേഷൻ. ഒരു വേവ് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയമാണ് അതിൻ്റെ ടൈം പീരീഡ്. അതിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. ദെൻ വെലോസിറ്റി, ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ വെലോസിറ്റി. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശ്രദ്ധിക്കേണ്ടത് ഇൻ വാക്വം എല്ലാ റേഡിയേഷനും ഒരേ വെലോസിറ്റിയാണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇറ്റ് ഈസ് കാൾഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.